നമ്മുടെ ഇന്നത്തെ ഹിഡൻ സ്റ്റോറി മൗനമായി അണയുന്ന വിളക്കുകൾ അഥവാ തലൈക്കൂത്തൽ. തലൈക്കൂത്തൽ ഒരൊറ്റ രീതിയല്ല, ഇത് മരണത്തെ അസുഖമായി അഭിനയിപ്പിക്കുന്ന ഒരു ക്രൂര നാടകമാണ്. ചിലത് ചികിത്സയെന്ന് തോന്നും, ചിലത് അപകടമെന്ന് വിശ്വസിപ്പിക്കും, ചിലത് സ്വാഭാവിക മരണമെന്ന് ആരും സംശയിക്കാത്ത വിധത്തിലാക്കും. പുറത്ത് കാണുന്നത് വാർദ്ധക്യമാണ്, അകത്ത് നടക്കുന്നത് ഒരു വിടവാങ്ങലല്ല, ഒരു തീരുമാനമാണ്. തലൈക്കൂത്തൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്രൂരാചാരം മരണം മക്കളുടെ കൈകളിലൂടെ നടക്കുന്ന ഒരു ദാരുണ യാഥാർത്ഥ്യങ്ങളാണ്. സംരക്ഷിക്കേണ്ട മക്കൾ തന്നെ ഇവിടെ അവസാന വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളെ ജീവിതത്തിൽ നിന്ന് പതുക്കെ മാറ്റി നിർത്തുന്നൊരു പൈശാചികത. ഇവിടെ കയ്യാങ്കളികളില്ല, ആർത്തനാദങ്ങളില്ല, രക്തം കാണിക്കുന്ന ക്രൂരതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ഭീകരമാകുന്നത്. ആചാരമെന്ന പേരിൽ, സ്നേഹമെന്ന പേരിൽ വീടുകളുടെ അകത്ത് നിശബ്ദമായി നടക്കുന്ന ഒന്നാണിത്. തമിഴ്നാട്ടിലെ വിരുദുനഗർ, മധുരൈ, തേനി ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഒരിക്കൽ പരസ്യമായി നടന്നിരുന്ന ഈ രീതി ഇന്ന് വാതിലുകൾ അടച്ച ശേഷം ആരും കാണാതെ, ആരോടും ചോദിക്കാതെ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവർ ഭാരമായപ്പോഴല്ല, നിസ്സഹായരായപ്പോഴാണ് ഈ നാടകം ആരംഭിക്കുന്നത്. തലൈക്കൂത്തൽ നടക്കുന്ന ആ വീട്ടിൽ ഒരു വിളക്ക് പതിയെ മൗനമായി അണയാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ പര്യവസാനം. ഇവിടെ ഇരകളാകുന്നത് അപരിചിതരേ അല്ല, ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള അസുഖബാധിതരും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരുമായ സ്വന്തക്കാർ തന്നെയാണ്. സ്വന്തം കാലുകളിൽ നിൽക്കാൻ കഴിയാതെ വന്ന നിമിഷം അവരുടെ മൂല്യം പതുക്കെ കുറയാൻ തുടങ്ങുന്നു. ചിലർ ഇതിനെ ദയാവധം എന്ന് ന്യായീകരിക്കുന്നു. ചിലർ പറയുന്നു വാർദ്ധക്യം ഒരു ഭാരമാണ്. പക്ഷേ ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഭാരമാണെങ്കിൽ ഒരിക്കൽ നിങ്ങളെ ചുമന്ന ആ കൈകൾ എങ്ങനെയാണ് ഇന്ന് ഭാരമായത്? ഉറക്കമില്ലാത്ത രാത്രികളിൽ നമ്മെ തോളിലേറ്റിയ കൈകൾ, വിശക്കുമ്പോൾ ആദ്യം നമ്മെ ഓർത്ത കൈകൾ, ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി വലിയ ഭാരമായി നിന്ന ആ കൈകൾ എപ്പോഴാണ് ഭാരമായി മാറിയത്? അവിടെ തന്നെയാണ് ഈ കഥ വേദനയായി മാറുന്നതും. തലൈക്കൂത്തൽ ഒരൊറ്റ രീതിയിലുള്ള ആചാരമല്ല. സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ അന്വേഷകരും മനുഷ്യാവകാശ റിപ്പോർട്ടുകളും പറയുന്നത് ഇതിന് പല രീതികളുണ്ടെന്നാണ്. ചില പ്രദേശങ്ങളിൽ വയോധികരുടെ തലയിൽ എണ്ണയൊഴിച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. ചിലയിടങ്ങളിൽ മണ്ണ് കലർന്ന വെള്ളം കുടിപ്പിക്കുന്നതാണെന്നും കേൾക്കുന്നുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ മൂക്കടച്ച് പാൽ കൊടുക്കുന്ന രീതിയുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചില കേസുകളിൽ അമിതമായ ഉറക്കഗുളികൾ നൽകുന്നതായും കാണപ്പെടുന്നുണ്ട്. ഇതിലും ക്രൂരമായ ചില സംഭവങ്ങളിൽ മാരക വിഷങ്ങൾ വരെ കൊടുക്കുന്നുണ്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രീതികളുടെയൊക്കെ ഫലം പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണമല്ല, പതുക്കെ ഒരു ശരീരം തളർന്നു തുടങ്ങും. ശ്വാസം മുമ്പത്തെ പോലെ വരാതെ പോകും. ഹൃദയം പതിയെ ഭാരം സഹിക്കാതെയാവും. അവസാനം ശക്തമായ ന്യൂമോണിയയോ ഹൃദയാഘാതമോ മരണകാരണമായി രേഖപ്പെടുത്തപ്പെടും. 5-6 ദിവസത്തിനുള്ളിൽ ഒരു ഡോക്ടർ ഒരൊറ്റ വാചകം എഴുതും: സ്വാഭാവിക മരണം. അവിടെ ഒരു ചോദ്യം പോലും ഉണ്ടാകില്ല, ഒരന്വേഷണവും. പക്ഷേ അതൊരു സ്വാഭാവിക മരണമേ അല്ല, അത് മനുഷ്യനിർമ്മിതമായ നിശബ്ദ കൊലയാണ്. ചിലർ ഇത് ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ്. ചിലർ മാതാപിതാക്കളുടെ പെൻഷൻ, സർക്കാർ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാനാണ് ഈ ക്രൂരത അവരോട് ചെയ്യുന്നത്. ഇന്നലെ അച്ഛൻ, ഇന്ന് മകൻ, നാളെ പേരമകൻ എന്ന ശൃംഖലയിൽ ഒരു ദിവസം ആ വിളക്ക് നമ്മുടെ വീട്ടിലേക്കും എത്തുമെന്ന സത്യം ആരും തുറന്നു പറയുന്നില്ല. ഇവിടെ പ്രശ്നം വാർദ്ധക്യവും ദാരിദ്ര്യവും അസുഖവുമല്ല. പ്രശ്നം മനുഷ്യത്വത്തിൻ്റെയും കരുതലിൻ്റെയും ക്ഷാമമാണ്. വൃദ്ധർ ഭാരമല്ല, അവർ നമ്മുടെ ചരിത്രങ്ങളാണ്, നമ്മുടെ വേരുകളാണ്, ജീവിച്ച പുസ്തകങ്ങളാണ്. കുട്ടികൾ പറയേണ്ടത് മുത്തശ്ശനും മുത്തശ്ശിയും നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ അവരെ സ്നേഹിക്കണമെന്നാണ്. സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് നല്ല വൃദ്ധസദനങ്ങൾ, കരുതലുള്ള സംവിധാനങ്ങൾ, മനുഷ്യത്വമുള്ള സമീപനങ്ങൾ. ഇവയൊക്കെയാണ് ഈ സമയത്തെ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പുരോഗതി. ഇതൊരു കഥയല്ല, ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചോദ്യമാണ്. നാളെ ആ വിളക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽവക്കത്തോ കത്തുമോ, അതോ മൗനമായി അണയുമോ?